എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കട വഴി ഓണം സ്പെഷ്യൽ അരികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡിനും കൂടുതൽ വിഹിതങ്ങൾ ഉണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യകിറ്റാണ് എങ്കിൽ നീല, വെള്ള, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അധിക അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ചില അരികൾ അധികം വേവിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതായത് പുറത്ത് പൊതുവിപണിയിൽ നിന്നും ലഭിക്കുന്ന വേവ് കുറഞ്ഞിട്ടുള്ള അരിയാണത്. അത് കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ സൂക്ഷിക്കണം, അത് വേവ് ഏറിപ്പോവാൻ സാധ്യതയുണ്ട് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് റേഷൻ കടക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ വാങ്ങാൻ വരുന്നവരോട് ഇത് വാക്കാൽ പറയണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. അതായത് ആർക്കൊക്കെയാണ് ഈ അരി കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കുക. സാധാരണ സമ്പുഷ്ടീകരിച്ച അരിയാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത്. ഫോർട്ടിഫൈഡ് റൈസ്, അത് വിളർച്ച, പോഷകക്കുറവ്, വളർച്ചക്കുറവ് എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കേണൽ അതിൽ ആഡ് ചെയ്തുകൊണ്ട് വിതരണം ചെയ്യുന്ന അരിയാണ്. എന്നാൽ ഇപ്പോൾ സ്പെഷ്യലായി കൊണ്ട് വിതരണം ചെയ്യുന്നത് നമുക്ക് പൊതുവിപണിയിൽ നിന്നും 60 രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന ആ ഒരു അരിയാണ് വിതരണം ചെയ്യുന്നത്. അത് കുറച്ചും കൂടി റേഷൻ അരിയേക്കാൾ വേവ് കുറവായിരിക്കും. ആ ഒരു അരിയാണ് വിതരണം ചെയ്യുന്നത്. അത് നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോയും പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് 3 കിലോയുമാണ് ലഭിക്കുക. അത് 10-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് ലഭിക്കുന്നത്. അപ്പൊ ആ അരി വാങ്ങി വേവിക്കുന്നവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, വിവിധ തരത്തിലുള്ള അരികൾ നമ്മൾ പൊതുവിപണിയിൽ നിന്നെല്ലാം വാങ്ങുന്നുണ്ട്. എപ്പോഴും റേഷൻ കടയിലൂടെ ലഭിക്കുന്ന അരി സുരക്ഷിതമാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. അതേസമയം പഴകിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പല സമയത്തും ഉണ്ടായിട്ടുണ്ട് എങ്കിലും മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മായം ചേർന്നതോ ആയിട്ടുള്ള അരികൾ റേഷൻ കടകളിലൂടെ എത്താറില്ല. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന വില കുറഞ്ഞ അരി പോളിഷ് ചെയ്ത് മാർക്കറ്റിൽ പല ബ്രാൻഡ് പേരുകളിലും എത്തിക്കുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന അരി കൃത്യമായിട്ട് ഭക്ഷ്യയോഗ്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രമുഖ ബ്രാൻഡിന്റെ ബസുമതി റൈസ് മുമ്പ് നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവരം അത് നമ്മൾ മുമ്പ് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. ആ വിവരം കൂടി നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ ഇനി അരി വാങ്ങുന്നവരും ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട മറ്റ് പൊതു അറിയിപ്പുകളാണ് പറയുന്നത്. നമ്മളെല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ്. ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസുമതി അരിയാണ്. ഈ ബസുമതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രമുഖ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വൃക്കം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറുണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാവില്ല. കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷനരിയായി വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരില്, ഒരു ഇരട്ട പേരില് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന 45 മുതൽ 60 രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ്. ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം. അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ 2 റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത്. അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ KRBL തങ്ങളുടെ 1 കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു. ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് ഫീറ്റ് റൊസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത്. ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. KRBL തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ 2 തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത്. തയാമെയ്തോക്സം, ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ. ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും. ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് KRBL. 2 പതിറ്റാണ്ടിലേറെയായി KRBL ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട്. തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു. ഒറ്റ ബാച്ചാണ്. എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും KRBL വ്യക്തമാക്കിയിരുന്നു. അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും KRBL പറഞ്ഞു. പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 4% ഇടിഞ്ഞിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല, അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകളുണ്ട്.
വൃക്കയ്ക്കും കരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ്. കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ്. തമിഴ്നാട്ടിൽ റേഷനരിയായി വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിൽക്കുന്നതാണിത്. അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത്. അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖല ഡെപ്യൂട്ടി റേഷനിംഗ് കൺട്രോളർ CV മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച 175 ചാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത്. 45 മുതൽ 60 രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ്, അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. മറ്റൊന്ന്, സാധാരണ അരി കുത്തരിയാക്കുന്നതിന്, അതായത് ബ്രൗൺ റൈസ് ആക്കി മാറ്റുന്നതിന് പൊതുവായിട്ട് മായം ചേർക്കുന്നുണ്ട്. അത്തരം അരികൾ കഴുകുമ്പോൾ തന്നെ വീട്ടമ്മമാർക്ക് ഇതിലെ മായം തിരിച്ചറിയാനാകും. അരിക്ക് നിറം കിട്ടാൻ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ കുമ്മായപ്പൊടിയുടെ ലായനിയിൽ ഇത്തരം അരികൾ ഇട്ടാൽ ലായനിയുടെ കളർ ചുവപ്പായി മാറുന്നു. അങ്ങനെ മായം തിരിച്ചറിയാനാകും. അതുപോലെ ഈർപ്പമുള്ള കൈകൊണ്ട് അല്പം അരിയെടുത്ത് നന്നായിട്ട് തിരുമുകയാണ് എങ്കിൽ നിറം നഷ്ടപ്പെടുന്നതുണ്ട് എങ്കിൽ അതിൽ നിറം ചേർത്തതാണ് എന്ന് മനസ്സിലാക്കാം. അല്പം അരിയെടുത്ത് നാരങ്ങാനീര് ഒഴിച്ചാൽ ചുവപ്പ് നിറം കാണുന്നുണ്ട് എങ്കിലും അതിൽ നിറം ചേർത്ത അരിയാണ് എന്ന് മനസ്സിലാക്കുക. പച്ചരിയിൽ യൂറിയ കലർന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി 30 അരിമണികൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്ത ശേഷം 5 മില്ലി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കുലുക്കി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഇതിൽ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ലായനിയിൽ 1/2 ടീസ്പൂൺ സോയാബീൻ പൊടി ചേർക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇതിൽ മുക്കി വെക്കുക. അതിൽ നീല കളർ ഉണ്ടാകുകയാണ് എങ്കിൽ ആ അരി യൂറിയ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരേക്ക്.